മാവേലിക്കര ജ്യോതിസ് സ്പെഷ്യൽ സ്കൂളിലെ മാനസിക വെല്ലുവിളി നേരിടുന്ന 9 വിദ്യാർത്ഥികൾ ദുബായിലേക്ക് പുതുവർഷ പുലരിയിൽ യാത്രയായി. ദുബായ് മാർത്തോമ സൺഡേ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിലെ വിശിഷ്ടാതിഥികളായി കലാപരിപാടികൾ അവതരിപ്പിക്കുവാനാണ് വിദ്യാർത്ഥികൾ യാത്രയായത്. മാവേലിക്കര ജ്യോതിസ് സ്പെഷ്യൽ സ്കൂളിലെ മാനസിക വെല്ലുവിളി നേരിടുന്ന 9 വിദ്യാർത്ഥികൾ ദുബായിലേക്ക് പുതുവർഷ പുലരിയിൽ യാത്രയായി. ദുബായ് മർത്തോമ സൺഡേ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിലെ വിശിഷ്ട അതിഥികളായി കലാപരിപാടികൾ അവതരിപ്പിക്കുവാനാണ് വിദ്യാർത്ഥികൾ യാത്രയായത്. സംഘനൃത്തം, സിനിമാറ്റിക് ഡാൻസ്, മൃദംഗവാദനം തുടങ്ങി 1 മണിക്കൂർ നീളുന്ന കലാപരിപാടികളാണ് വിദ്യാർത്ഥികൾ ദുബായിലെ വേദിയിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി സംഘാംഗങ്ങൾ ഇതിനായുള്ള പരിശീലനത്തിലാണ്. നാലാം തീയതി വൈകിട്ട് 5 മണിക്കാണ് ദുബായിൽ കലാപരിപാടികൾ അരങ്ങേറുന്നത്. വിദ്യാർത്ഥികൾക്കൊപ്പം സ്കൂൾ ഡയറക്ടർ ഫാദർ വിനോദ് ഈശോ, ഹെഡ് മിസ്സസ് ജോമോൾ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഷെറിൻ, സോഷ്യൽ വർക്കർ എബിൻ എന്നിവരും ഉണ്ട്. പുതുവർഷ പുലരി പുത്തൻ സ്വപ്നങ്ങളുമായി നെയ്തു തുടങ്ങുകയാണ്. ആകാശത്തിൻ്റെ പെരുമാറിലൂടെ ജ്യോതിസ് സ്പെഷ്യൽ സ്കൂളിലെ കുഞ്ഞുങ്ങൾ ദുബായ് മാർത്തോമ സൺഡേ സ്കൂളിൻ്റെ ജൂബിലി വാലറ്ററി ഫംഗ്ഷനിൽ പ്രത്യേക ക്ഷണിതാക്കളായി, ചീഫ് ഗസ്റ്റായി, അതിലുപരിയായി 1 മണിക്കൂർ നേരം പുതിയ ആരും പ്രതീക്ഷിക്കാത്ത പുത്തൻ പ്രോഗ്രാമുകളുമായി എത്തുകയാണ്. അങ്ങനെ ജ്യോതിസ് മാവേലിക്കരയിൽ നിന്നും ദുബായിലേക്കൊരു യാത്ര. മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികൾ മുറിക്കുള്ളിൽ പൂട്ടിയിടപ്പെടേണ്ടവരല്ലെന്നും അവർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തേണ്ടവരാണെന്നുമുള്ള സന്ദേശമാണ് യാത്രയിലൂടെ നൽകുന്നതെന്നും ഡയറക്ടർ ഫാദർ വിനോദ് ഈശോ പറഞ്ഞു. കഴിഞ്ഞ 30 വർഷത്തിൽ പരമായി മാവേലിക്കരയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജ്യോതിസ് മാവേലിക്കര സ്പെഷ്യൽ സ്കൂൾ ആൻഡ് തെറാപ്പി സെൻ്റർ. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ അടൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ അനുഗ്രഹീതമായ ഒരു പ്രോജക്റ്റ് കൂടിയാണിത്. ഇന്ന് ഈ പ്രസ്ഥാനത്തിൽ 100ഓളം കുഞ്ഞുങ്ങൾ തെറാപ്പിക്കായും സ്പെഷ്യൽ ക്ലാസ്സുകൾക്കായും പരിശീലനം നേടുന്നുണ്ട്. ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളായിട്ടുള്ള 1 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഏർലി ഇൻ്റർവെൻഷനും തെറാപ്പിയും ഇവിടെ നമ്മൾ നൽകുന്നു. 6 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം, ലേണിംഗ് ഡിസബിലിറ്റി മുതലായ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് SCERT സിലബസ് അനുസരിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ അംഗീകാരത്തോടുകൂടി ഒരു സ്പെഷ്യൽ സ്കൂളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പാഠപുസ്തകങ്ങളെക്കാൾ അപ്പുറമായി ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള പാഠ്യപദ്ധതികളും പാഠ്യേതര പദ്ധതികളും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ തെറാപ്പിക്ക് ആവശ്യമായിട്ടുള്ള സെൻസറി ലാബും കൂടാതെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിൻ്റെ പ്രത്യേക പരിശീലനം, സ്പീച്ച് തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സൈക്കോതെറാപ്പി തുടങ്ങിയ പരിശീലനങ്ങളും തെറാപ്പികളും നമ്മൾ നൽകുന്നുണ്ട്. കുട്ടികളുടെ സർഗ്ഗവാസനകളെ ഉണർത്തുകയും അതുമായി ബന്ധപ്പെട്ട അതിൽ പ്രത്യേക പരിശീലനം പ്രൊഫഷണലിനെ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു വലിയ സാധ്യത തുറക്കുകയാണ്. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദുബായ് മാർത്തോമ ഇടവകയുടെ സൺഡേ സ്കൂളിൻ്റെ ജൂബിലിയുടെ വാലറ്ററി ഫംഗ്ഷനിൽ ചീഫ് ഗസ്റ്റായിട്ട് പോകുന്നത് ഇവിടുത്തെ കുഞ്ഞുങ്ങളാണ്. 9 കുഞ്ഞുങ്ങളും 4 സ്റ്റാഫുകളും ചേരുന്ന ഒരു യാത്ര, അതും പുതുവർഷ പുലരിയിലാണ്. അതായത് ജനുവരി മാസം 1-ാം തീയതി അതിരാവിലെ നമ്മൾ ദുബായിലേക്ക് ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഈ ഒരു യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾ മുറിക്കുള്ളിൽ പൂട്ടപ്പെടേണ്ടവരല്ല, അവരിലെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അത് ശരിയായ രീതിയിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് അവർക്ക് സ്വന്തമായി ഒരു ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തി അവരുടെ ജീവിതത്തെ മെച്ചമായ രീതിയിൽ ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ്. ജനുവരി 7-ന് സംഘം മടങ്ങിയെത്തും. CDNet ന്യൂസ് മാവേലിക്കര.